ഹലോ എവരി വൺ, എല്ലാവർക്കും മീനു സ്റ്റോക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആണ്. കുറെ നാളായിട്ട് നമ്മൾ പുറത്തെ വ്ളോഗൊക്കെ ആയിട്ട് കുക്കിങ്ങിന് ചെറിയൊരു ബ്രേക്ക് ഇട്ടേക്കായിരുന്നു. അപ്പൊ നമുക്ക് ഇതൊരു കുക്കിംഗ് വീഡിയോ ആവാന്ന് വിചാരിച്ചു. ഇത് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ഡോണറ്റ് ആണ്. കുറെ നാളായിട്ട് അത് ഉണ്ടാക്കണം കഴിക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്, പക്ഷെ സമയം കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് എന്തായാലും ഒരു കുക്കിംഗ് വ്ളോഗ് ആക്കാം. അപ്പോൾ കിച്ചണിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലൊരു അരക്കപ്പ്, അതായത് ഒരു അര ഗ്ലാസ് പാൽ ഒഴിച്ചെടുക്കുക. അതായത് തണുത്ത പാലാവരുത്, ഇളം ചൂടുള്ള പാല് എടുക്കാം. അതിനുശേഷം നമുക്ക് ആ പാലിലേക്ക് 1 ടീസ്പൂണ് ഈസ്റ്റ് ഇടാം. കൂടുതലാവരുത്, നമ്മളെടുക്കുന്ന പിന്നെ മൈദയുടെ അളവിനനുസരിച്ചാണ് ഈസ്റ്റ് ഇടാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1 കപ്പ് മൈദയാണ്, അപ്പം ഞാൻ അതിനനുസരിച്ച് 1 ടീസ്പൂൺ ഈസ്റ്റ് നിറച്ചില്ല, ഒരു 3/4 ടീസ്പൂണോളം ഈസ്റ്റ് ഉണ്ട്, അതിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കതിലേക്ക് കുറച്ച് പഞ്ചസാര ഇടണം. വേണമെങ്കിൽ നമുക്ക് പഞ്ചസാര പൊടിച്ച് മൈദയുടെ കൂടെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഈ സമയത്ത് നമ്മൾ ഈ പാലിലേക്ക് 1 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടി ഇട്ടതിന് ശേഷം ഈ പാലൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കാം. ഞാനിപ്പോൾ 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇതൊന്ന് ഇളക്കാം. നമുക്ക് ഈ പാലും പഞ്ചസാരയും ഈസ്റ്റും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറൊന്ന് ഇതൊന്ന് മാറ്റി വയ്ക്കണം, അതൊന്ന് വീർത്ത് വരാനായിട്ട്. ആ സമയത്ത് നമുക്ക് ഞാനിപ്പോൾ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യാം. കൂടുതൽ വേണ്ട, 1/4 ടീസ്പൂൺ മതി. പിന്നെ നമുക്കതിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിക്കണം. 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ 1 മുട്ടയാണ് എടുക്കുന്നത്. മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒരുമിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് അല്ലെങ്കിൽ ബട്ടർ, നിങ്ങൾക്ക് ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അതെടുക്കുക. ഞാനിപ്പോൾ നെയ്യാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് 1 ടീസ്പൂണ് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഒരു കയ്യിൽ വെച്ചിട്ട് ആദ്യം തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുവിധം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ ഈസ്റ്റും ഷുഗറൊക്കെ ഇട്ട് വെച്ച് മാറ്റി വെച്ചിരിക്കുന്ന പാലുണ്ടല്ലോ, അതൊരുവിധം പൊന്തി വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇനി നമുക്കത് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് ലൂസാവാതെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ, ആ ഒരു പരുവത്തിൽ നമുക്ക് ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കണം. കൈമാവാതിരിക്കാൻ വേണമെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൈമ പറ്റിയതിന് ശേഷം നമുക്കിത് കുഴയ്ക്കാം. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കുക. വെള്ളം ഇനി കൂടുതൽ വേണമെന്ന് തോന്നിയാൽ ഇത്തിരി ചൂടുള്ളോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കുറച്ച് പാലോ ഒഴിച്ചു കൊടുത്ത് നമുക്കിത് കുഴച്ചെടുക്കാവുന്നതാണ്. ഞാനിത് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കൈ കൊണ്ടൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ നെയ്യോ എന്തെങ്കിലും ഒന്ന് മുകളിലായിട്ട് നന്നായിട്ടൊന്ന് തേച്ച് വെച്ച് കൊടുത്ത് നമുക്കിതൊന്ന് കുറച്ച് നേരം ഒരു മണിക്കൂറോളെങ്കിലും നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനിപ്പോൾ ഇതിന് മുകളിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ടാണ് മൂടി വയ്ക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എയർ ടൈറ്റായിട്ട് പ്ലാസ്റ്റിക് കവറോ എന്തെങ്കിലും വെച്ച് നന്നായിട്ട് എയർ ടൈറ്റായിട്ട് മൂടി വയ്ക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചെറിയൊരു പ്ലേറ്റ് വെച്ചിട്ട് മൂടി വയ്ക്കുകയാണ്. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് എടുത്ത് നോക്കാം. ഞാനിപ്പോൾ ഒരു 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കുമ്പോൾ അതൊന്ന് വീർത്ത് വന്നിട്ടുണ്ടായിരിക്കും. അത് വീർത്ത് വന്ന് നമുക്ക് ഒന്നും കൂടി കൈ കൊണ്ടൊന്ന് കുഴച്ച് ഒന്നും കൂടി സെറ്റാക്കി എടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അതിനായിട്ട് നമുക്ക് കുറച്ച് പൊടി ആദ്യം തന്നെ ഒന്ന് മൈദ ഒത്തിരി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിൽ നിന്ന് പകുതി എടുത്തിട്ട് 2 ട്രിപ്പായിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ പകുതി എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കുകയാണ്. അതായത് നമ്മുടെ കയ്യിലൊന്നും വെച്ച് പരത്തേണ്ട ആവശ്യമില്ല, നമ്മുടെ കൈ കൊണ്ട് തന്നെ നല്ല രീതിയിൽ പരത്തിയെടുക്കാം. വേണമെങ്കിൽ കയ്യിൽ വെച്ച് പരത്തും ചെയ്യാം. ഞാനിപ്പോൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഉണ്ടാക്കിയതിന് ശേഷം ഈ പൊടിയിൽ വെച്ച് കൈ കൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇത് പരത്തിയെടുക്കുന്നത്. മുകളിൽ ഇത്തിരി പൊടിയാക്കി കൊടുക്കുന്നത് നമ്മുടെ കൈ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടോ. താഴെയും ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഞാൻ ഇത്തിരി പൊടി ഇട്ട് കൊടുത്തത്. നമുക്ക് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കാം. ഒരുപാട് വണ്ണം കുറയരുത്, നമ്മുടെ ചപ്പാത്തിയിലൊന്നും വണ്ണത്തിലല്ല, നല്ലൊരു വിധം കട്ടിയിൽ, അന്ന് ഒരുപാട് ആവാനും പാടില്ല. ഒരു മീഡിയം കട്ടിയിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. കൈ വെച്ച് തന്നെ നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും ഒരേ ലെവലായിട്ട് പരത്താം. ഇങ്ങനെ പരത്താൻ പറ്റാത്തവർ കോല് വെച്ച് പരത്തിയാലും മതി. ഇനി നമുക്ക് കുറച്ച് പൊടിയും കൂടി ഇതിന് മുകളിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അത് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിച്ച് കട്ട് ചെയ്യാം. നല്ല റൗണ്ടിൽ ഷേപ്പിൽ കിട്ടുന്ന രീതിയിൽ ഏത് ഐറ്റം ഉപയോഗിച്ചുകൊണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ്സാണ്. അതിൻ്റെ തുമ്പെന്ന് പറയുന്നത് നല്ല ഷാർപ്പായിരിക്കണം, എന്നാലാണ് നല്ല രീതിയിൽ കട്ട് ചെയ്ത് കിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇങ്ങനെ നല്ല വട്ടുള്ളൊരു ഗ്ലാസ് എടുത്തിട്ടാണ് ഞാനിത് കട്ട് ചെയ്യുന്നത്. നമുക്കിതെല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം.
കണ്ടില്ലേ, ഇതുപോലെ നല്ല റൗണ്ടായിട്ട്. നിങ്ങൾക്ക് വട്ടം ഒരുപാട് വേണ്ടെങ്കിൽ ചെറിയൊരു ഗ്ലാസ് എടുത്താലും മതി. പക്ഷെ എടുക്കുമ്പോൾ അതിൻ്റെ എഡ്ജൊക്കെ നല്ല ഷാർപ്പുള്ള ഗ്ലാസ് നോക്കി എടുക്കുക. അപ്പോഴാണ് നല്ല രീതിയിൽ കട്ട് ചെയ്ത് കിട്ടുള്ളൂ. നമുക്കിതിൻ്റെ ഉള്ളിലും കൂടി ഒന്ന് കട്ട് ചെയ്യാനായിട്ട് ഞാൻ ഒരു ചെറിയൊരു ടോപ്പ് പോലത്തെ ഒരു സാധനം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഉള്ളും കൂടി ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഇതുപോലെ കണ്ടില്ലേ, ഉള്ളിലും കൂടി നമുക്കിതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനങ്ങനെ എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു കട്ടിയിൽ വേണം നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് കട്ടി കൂടരുത് കേട്ടോ, അപ്പോൾ ഉള്ളൊന്നും വേവില്ല. എന്നാൽ ഒരുപാട് കട്ടി കുറയാനും പാടില്ല. ഇനി നമുക്കിതൊന്ന് എണ്ണയിലിട്ട് വറുത്ത് കോരാം. അതിനായിട്ട് നമുക്കൊരു പാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വേണം നമുക്കിതിട്ട് കോരി എടുക്കാനായിട്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിലിട്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വെന്ത് കിട്ടില്ല, പുറമെ മാത്രം മുരിയുള്ളൂ. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. വലിയൊരു പാത്രമാണെങ്കിൽ നമുക്ക് 1-2 ഒക്കെ വെച്ച് ഒരുമിച്ച് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ പാത്രം എടുത്തേക്കണേ. അപ്പോൾ ഞാനത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മൊരിയണം. അപ്പോൾ ഒരുവിധം ഒരു ഭാഗം മൊരിയുമ്പോൾ തന്നെ അതിങ്ങനെ വീർത്ത് വരും. അപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡും നമുക്ക് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. കണ്ടില്ലേ, നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ പെർഫെക്റ്റ് ഡോണറ്റ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമായിട്ട് ചെയ്യാവുന്നൊരു വഴിയാണിത്. നമുക്ക് ഓവനോ ഒന്നും ആവശ്യമില്ല ഉണ്ടാക്കിയെടുക്കാനായിട്ട്. എളുപ്പമായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അതുപോലെ വളരെ ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്നൊരു സാധനമാണ് ഡോണറ്റ്. അപ്പോൾ ഇതൊരു വിധം മൊരിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, ഒരുപാട് ഇങ്ങനെ കരിയിക്കേണ്ട. ഈ ഒരു ഗോൾഡ് ബ്രൗൺ കളറാവുമ്പോൾ നമുക്കിത് വറുത്ത് കോരിയെടുക്കാം. എണ്ണ നന്നായിട്ട് ഊറ്റിക്കളയണം. നല്ല പെർഫെക്റ്റ് ഡോണറ്റ് ആയിട്ടുണ്ട്. നല്ല റൗണ്ടിൽ നന്നായിട്ട് വീർത്ത് വന്നിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്കിത് ഷുഗർ പൗഡറിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ചോക്ലേറ്റിലൊക്കെ ഡിപ്പ് ചെയ്തെടുക്കാം. ഷുഗർ പൗഡറിൽ ഇടുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഷുഗർ പൊടിച്ച് വെച്ചിട്ട് നമ്മൾ എണ്ണയിൽ നിന്ന് കോരി അപ്പം തന്നെ ഷുഗർ പൗഡറിൽ ഇടണം. എന്നാലാണ് അതുമ്പോൾ പൗഡറൊക്കെ കറക്റ്റായിട്ട് പിടിക്കുള്ളൂ. ആ ചൂടോട് കൂടി തന്നെ നമ്മൾ ഷുഗറിലിട്ടിട്ട് ഡിപ്പ് ചെയ്തെടുത്താലാണ് ഷുഗർ നന്നായിട്ട് അതുമ്പോൾ കോട്ടാവുള്ളൂ. ഇപ്പം ഞാനിട്ടിട്ട് ഇത്തിരി ചൂട് കുറഞ്ഞു, അതുകൊണ്ട് കണ്ടില്ലേ പിടിക്കാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമുക്കിനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ വറുത്ത് കോരിയെടുക്കാം. കോരിയെടുക്കുമ്പോൾ അപ്പം തന്നെ ഷുഗർ പൗഡർ ഇടാൻ ശ്രമിക്കുക. എന്നാലാണ് അതുമ്പോൾ കറക്റ്റായിട്ട് പൗഡർ കോട്ടിങ് നന്നായിട്ട് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇതിപ്പോൾ ഒരുവിധം മൊരിഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് മറിച്ചിട്ട് കൊടുത്ത് 2 സൈഡും സെയിം പോലെ നമുക്ക് മൊരിച്ചെടുക്കണം. അങ്ങനെ ഞാൻ കുറച്ച് ഷുഗർ പൗഡറിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കുറച്ചും കൂടി ഉണ്ട്. അത് നമുക്ക് ചോക്ലേറ്റിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്യിപ്പിച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് കുറച്ച് പാത്രത്തിൽ വെള്ളം വയ്ക്കുക. വെള്ളം ചൂടാവുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഒരു ഗ്ലാസ് പ്ലേറ്റ് വയ്ക്കുക. ഗ്ലാസ് പ്ലേറ്റ് തന്നെ വേണമെന്നില്ല, ഏത് പാത്രം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ചോക്ലേറ്റ് എടുത്തിട്ട് നമുക്ക് അതൊന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഈ പാത്രത്തിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ചോക്ലേറ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഒരു നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഫുള്ള് മെൽറ്റായി കഴിയുമ്പോൾ നമുക്ക് ഈ പാത്രത്തിൽ മൊത്തം ഇതൊന്ന് പരത്തി ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഡോണറ്റ് അതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് വൈറ്റ് ചോക്ലേറ്റും കൂടി മെൽറ്റ് ചെയ്തെടുത്തിട്ട് നമ്മുടെ എല്ലാം ഡോണറ്റ്സ് ഇതിൽ ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിടാം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.